രാമേന്ദ്രൻ സാറേ, ഇന്നത്തെ വാർത്തയും ഇന്നലത്തെ വാർത്തയും ഒക്കെ പ്രധാനമായിട്ട് നമ്മൾ ആഗോള വാർത്തകളിൽ ശ്രദ്ധേയമായ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ നേർക്കുനേരെയുള്ള വാഗ്വാദങ്ങളാണല്ലോ. ആ ക്യാമ്പയിനിൽ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന്, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപിന് വെടിയേറ്റതാണ് ഈ ആഴ്ചയിലെ ലോകത്തെ ഞെട്ടിച്ചൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ തീർച്ചയായിട്ടും കടുത്ത തീവ്രവാദികൾ ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ട്രംപ് ആർക്കെതിരായിട്ടാണോ ഭരണത്തിലിരിക്കുമ്പോഴും പുറത്തുമൊക്കെ ക്യാമ്പയിൻ നടത്തിയത് അവരെ ശത്രുക്കളായിരിക്കുമല്ലോ വെടിവെക്കുക. അതിനേക്കാളും തീവ്രമായി നിലപാടെടുക്കുന്ന ഒരാളെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് വാൻസ്, JD വാൻസ് അല്ലേ, JD വാൻസിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ട് കൗതുകമാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ എടുത്ത നിലപാടിൻ്റെ പേരിൽ വെടിവെക്കാനും നേരിടാനും ഒക്കെ ആളുകൾ വരുമ്പോൾ അതിനേക്കാളും തീവ്രമായ നിലപാടോടെ പ്രസിഡന്റ് മാത്രമല്ല വൈസ് പ്രസിഡന്റും നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ സൂചന ഈ വൈസ് പ്രസിഡന്റിലുണ്ട്. രണ്ടാമത്തെ ഒരു കൗതുകം കൂടി എനിക്ക് തോന്നുന്നത്, ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാരായി ജയിച്ചു വരുന്നവർ പലപ്പോഴും അതൊരു ഇന്ത്യൻ വംശജർക്ക് നീക്കി വെക്കുന്ന റിസർവ് ചെയ്യപ്പെട്ട സീറ്റായിട്ട് കമലാ ഹാരിസ് തൊട്ട് നമ്മളെ മനസ്സിലുണ്ട്. അതിനും സാധ്യത അത്തരത്തിലുള്ള ഒരു വായനക്കും സാധ്യത നൽകുന്നുണ്ട് ഈ വാൻസിൻ്റെ സ്ഥാനാർത്ഥിത്വം. രാമേന്ദ്രൻ സാർ, അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു റീഡിംഗ് എന്താണ്? അതെ, അദ്ദേഹം താരതമ്യേന യുവാവ് എന്ന് പറയാവുന്ന ആളുമാണ്. കാരണം 39 വയസ്സേ ആയിട്ടുള്ളൂ. അതെ, ഈ വാൻസ്. അതെ, അദ്ദേഹം ഒഹായോ എന്നുള്ള സെനറ്ററാണ്. അതെ, പലർക്കും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകും. ആ പ്രതീക്ഷയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഈ വാൻസിനെ ട്രംപ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മിൽവോക്കിയിലായിരുന്നു നാഷണൽ കൺവെൻഷൻ നടന്നത്. ആ നാഷണൽ കൺവെൻഷന് മുമ്പുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇദ്ദേഹം ബാൻഡേജും ഒക്കെ ആയിട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഈ മുമ്പ് ഈ റിയാലിറ്റി ഷോകളുടെയൊക്കെ നിർമ്മാതാവൊക്കെ ആയിരുന്നു ഈ ട്രംപ്. അങ്ങനെ ദ അപ്രന്റീസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ നേരത്തെ നടത്തിയിരുന്നു അദ്ദേഹം. ട്രംപ് നിർമ്മാതാവ്. അപ്പോൾ അതിൽ അദ്ദേഹം ആളുകളെയൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദിയിൽ ആദ്യ രാത്രിയിൽ മത്സരാർത്ഥികളെ വിളിച്ചിട്ട് ഓരോരുത്തരെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് യു ആർ ഹയേർഡ് എന്നിങ്ങനെ പറയുമായിരുന്നു. നിങ്ങളെടുത്തിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു നാടകമൊക്കെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ വേദിയിൽ വെച്ചിട്ട് ഈ കൺവെൻഷൻ വേദിയിൽ വെച്ചിട്ട് ഇത് പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അങ്ങേര് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് തിങ്കളാഴ്ച രാത്രി ഇത് പ്രഖ്യാപിച്ചത്. ഇദ്ദേഹമാണ്, ഈ JD വാൻസ് ആണ് എൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഫ്ലോറിഡയിലെ സെനറ്റർ മാർക്കോ റൂബിയോ, അതുപോലെ നോർത്ത് ഡക്കോട്ട ഗവർണർ റിപ്പബ്ലിക്കൻസ് ആളുകൾ, ഡോഗ് ബെർഗും, ഇവരൊക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അവർ വിചാരിച്ചിരുന്നതാണ്. പുറത്തും മാധ്യമങ്ങൾ അങ്ങനെ ധരിച്ചിരുന്നു. അപ്പോൾ ഇതൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ട്രംപിൻ്റെ വലിയ വിമർശകനായിരുന്നു വാൻസ്. ശരി. അതിഭീകരമായ പ്രതികരണങ്ങളൊക്കെ ട്രംപിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. അത് വാൻസിൽ നിന്നാണ് പ്രധാനമായിട്ടും ഉയർന്നിരുന്നത്. വാൻസ് ഒരിക്കൽ പറഞ്ഞതാണ്, ഐ ആം നോട്ട് എ ട്രംപ് ഗൈ, ഐ നെവർ ലൈക്ഡ് ഹിം. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. മൈ ഗോഡ് വാട്ട് ആൻ ഇഡിയറ്റ്. അതിരൂക്ഷം. ഐ ഫൗണ്ട് ഹിം റിപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞിങ്ങനെ രൂക്ഷമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2016 USA ടുഡേ എന്ന് പറഞ്ഞ മാസികയുണ്ടല്ലോ, അവരുമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ട്രംപ്സ് ആക്ച്വൽ പോളിസി പ്രപ്പോസൽസ് സച്ച് ആസ് ദേ ആർ റേഞ്ച് ഫ്രം ഇമ്മോറൽ ടു അബ്സേർഡ്. ഇങ്ങേരുടെ നയങ്ങൾ അധാർമികവും അസംബന്ധവും അശ്ലീലവുമാണ് എന്ന് അക്കാലത്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ കാലത്ത്, ഈ അടുത്ത കാലത്തൊക്കെ ഇവർ തമ്മിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ട്രംപിനേക്കാൾ തീവ്രമായ നിലപാടുകൾ എടുത്തിരുന്ന ഒരാളാണ്.
ഏതെങ്കിലും കാലത്ത് ട്രംപ് അമേരിക്കയുടെ ഹിറ്റ്ലർ ആകും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഈ വാൻസ്. അവിടുന്നൊക്കെ മാറിയിട്ട് ശരിക്കും പിന്തുണയ്ക്കുന്ന ഒരാളെ പോലെ ഈ യുക്രൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വാൻസ് രൂപപ്പെടുകയുണ്ടായി. ഈ ഉക്രൈന് ഈ അമേരിക്ക ബൈഡൻ ഡെമോക്രാറ്റ്സ് ഇവർ കൊടുക്കുന്ന സഹായത്തിനൊക്കെ എതിരാണ് ഈ വാൻസ് എതിരാണ്. യുക്രൈന് സഹായം കൊടുക്കേണ്ടതില്ല, വെറുതെ നമ്മൾ ബാധ്യത വരുത്തി വെക്കുകയാണ് എന്ന് പറയുന്നതാണ്. അതുപോലെ ഹമാസിന് ബൈഡൻ ഫണ്ട് കൊടുത്തു എന്ന് വാൻസ് പറഞ്ഞിട്ടുണ്ട്. ഹമാസിനോ? ഹമാസിനെ ഫണ്ട് ചെയ്തിട്ടുണ്ട്, നമ്മളാണ് ഇതിനെ വളർത്തിയത് എന്ന് വാൻസ് പറഞ്ഞിട്ടുണ്ട്. അത് കുറേയും കൂടി ചുഴിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഒരു അസാധാരണ വെളിപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹമാസിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഇറക്കുമതി നടക്കുന്നുണ്ടല്ലോ അവിടെ സാധനങ്ങൾ, അതിൽ ഒരു 10% നികുതി ആളുകൾ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് സൂഹിക്കണ്ട. അവിടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ 10% നികുതി ഒരു പോളിസിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാൻസ്. അങ്ങനെ ചെയ്യേണ്ടതാണെന്ന്. അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. പക്ഷേ എക്സൈസ് ഡ്യൂട്ടി അതുപോലെ ഈ ഇന്ത്യൻ നിയമങ്ങളെ പോലെയുള്ള നിയമങ്ങളില്ലേ? നിയമങ്ങൾ വ്യത്യാസമുണ്ടല്ലോ, വളരെ വ്യത്യാസമുണ്ട്. കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണല്ലോ മാഷെ. 2%, 1.5% ഒക്കെ അല്ലേ ഉള്ളൂ. അതിൽ 0.5% ബാങ്ക് ഈ FDI റിസർവ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിയ ബഹളാവും. 1.5% 1% കൂട്ടിയാലോ അല്ല 0.5% കൂട്ടിയാലോ 1 പോയിന്റ് കൂട്ടിയാലോ ഒക്കെ സമരം നടക്കും. യൂറോപ്പിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ കുറവാണ് ഈ ഭവന വായ്പ എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമുക്കിത് വലിയ പലിശ കൊടുത്ത് ശീലമായതുകൊണ്ട് നമുക്ക് 12%, പിന്നെ അതിൻ്റെ പലിശയൊക്കെ വരുമ്പോൾ 26% ഒക്കെ വരും. പിന്നെ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ ഈ മെക്സിക്കൻ മതിലുണ്ടല്ലോ, അത് പണി പൂർത്തിയാക്കണം, മെക്സിക്കോ വഴിയുള്ള കുടിയേറ്റം നിർത്തണം എന്നൊക്കെയുള്ള അഭിപ്രായക്കാരനാണ് ഇയാൾ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അബോർഷൻ ഒരു അവകാശമാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ നടക്കുന്നുണ്ടല്ലോ അമേരിക്കയിൽ. അബോർഷൻ ബാൻ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ്. തീവ്ര നിലപാട്, എക്സ്ട്രീം ആണല്ലോ. 3 കുട്ടികളുണ്ട് അദ്ദേഹത്തിന്. ഒരു കാരണം ബലാത്സംഗ കേസുകളിൽ പോലും അബോർഷൻ പാടില്ല എന്നാണ് ഈ വാൻസിന്റെ നിലപാട്. പ്രകൃതിവാദിയാണ്. അപ്പോൾ എത്രമാത്രം ഇത് തീവ്രമാണ് നിലപാട് എന്ന് നോക്കുക. കല്യാണത്തിൻ്റെ ഇങ്ങേരുടെ ചിത്രങ്ങൾ അത് ആ ഭാഗത്തേക്ക് വരാം. ഒരു ഇന്ത്യക്കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അല്ല, നിലപാടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ കാര്യം പറയാം. അങ്ങേര് പറഞ്ഞിരിക്കുന്നത് ഈ ബ്രിട്ടനായിരിക്കും ഇനി അണുബോംബുള്ള ഇസ്ലാമിക രാഷ്ട്രമാകാൻ പോകുന്നത്. അണുബോംബുള്ള എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് യൂറോപ്പിൽ ഇപ്പോൾ വലത് തീവ്രപക്ഷം യൂറോപ്യൻ പാർലമെന്റിലൊക്കെ വലിയ സീറ്റുകൾ നേടിയല്ലോ. ഫ്രാൻസിൽ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പക്ഷെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സഖ്യകക്ഷി ആയിട്ട് നിന്നിട്ട് പോരടിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ നേടി. പക്ഷേ ഇറ്റലി, സ്പെയിൻ, ഇങ്ങനത്തെ സകല സ്ഥലത്തും വലത് തീവ്രപക്ഷം ഉയർന്നു വന്നതിൻ്റെ ഒരു കാരണം ഈ ഹമാസിനോടുള്ള നിലപാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഇസ്ലാമിക വിരുദ്ധ കാറ്റ് വീശി യൂറോപ്പിൽ. അങ്ങനെയാണ് ഈ യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലത് തീവ്രപക്ഷം വന്നത്. അപ്പോൾ യൂറോപ്പിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്ലാം പിടിച്ചടക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ് ബ്രിട്ടനിൽ ഇനി ഒരു കാലത്ത് ഇസ്ലാം കൈയടക്കുകയും അണുബോംബുള്ള ഇസ്ലാമിക രാഷ്ട്രം അതാകും. എല്ലാവരും പാകിസ്ഥാന്റെ കയ്യിൽ. അല്ല, അത് എനിക്ക് തോന്നുന്ന ഒരു വിസ്ഫോടനാത്മകമായ ഒരു ക്യാമ്പയിനാണത്, ഒരു മെസ്സേജാണല്ലോ കൊടുക്കുന്നത്. അതെ, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ബൈഡൻ ഈ ഇന്ത്യക്കും ജപ്പാനും ഒക്കെ സിനോഫോബിയ ഉണ്ട്. അതായത് കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഇവർ കുടിയേറ്റം അനുവദിക്കുന്നില്ല. ഇന്ത്യക്കാരും ഒക്കെ കുറേ കുടിയേറ്റക്കാരെ എടുക്കണം എന്നൊക്കെ ബൈഡൻ സമീപകാലത്ത് പറഞ്ഞല്ലോ. നമുക്ക് ഈ കുടിയേറ്റ പേടി
ഇന്ത്യക്കുണ്ട് എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ജയശങ്കർ വിദേശകാര്യമന്ത്രി തന്നെ അതിന് വേണ്ട മറുപടിയൊക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്, എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കും ജപ്പാനും ഒന്നും കുടിയേറ്റ പേടിയൊന്നും ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഒരു തീവ്ര സംഘി എന്ന് വിളിക്കാവുന്ന ഒരാളാണ് JD വാൻസ്. ഒരു യാങ്കി സംഘി എന്ന് അതെ, കുറെ കൂടി നല്ല പേരായിരിക്കും. യാങ്കി എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകൾ കളിയാക്കി വിളിച്ചിരുന്നതാണ്. അതെ അതെ. സാർത്രൻ്റെ ഒരു നാടകത്തിലും യാങ്കി അമ്മാവൻ റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ടിലാന്ന് തോന്നുന്നു അമേരിക്ക ഒരു വ്യഭിചാരിയായി ചിത്രീകരിക്കുന്ന ഒരു നാടകത്തിൽ. അപ്പോൾ ഇങ്ങേരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നാണ്. അപ്പോൾ ഒഹായോ റിപ്പബ്ലിക്കൻ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. തൊഴിലാളികളുടെ വോട്ട് ധാരാളമായിട്ട് കിട്ടും എന്ന് കാണുന്നുണ്ട്, എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ എടുക്കുന്നതോട് കൂടിയിട്ട്. ഈ JD വാൻസ് ആത്മകഥ എഴുതി കഴിഞ്ഞു, 39 വയസ്സേ ആയിട്ടുള്ളൂ. എങ്കിലും ഹില്ലി ബില്ലി എലിജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം, ഹില്ലി ബില്ലി എലിജി, അതിൻ്റെ അകത്ത് ഈ തൊഴിലാളി പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇദ്ദേഹം ഒരു ഹീറോ ആണ്. കാരണം ഇത് 2020 നെറ്റ്ഫ്ലിക്സ് ഒരു സിനിമയാക്കിയത് ഈ പുസ്തകം, ഈ ആത്മകഥ. അതെ, ശരി. അപ്പൊ ഇങ്ങേരുടെ കഥ ഒരു സിനിമയാണ്, ആളുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു ഐക്കൺ ആണല്ലോ ഏറ്റവും പുതിയ. അത് തന്നെ. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാരിയാണ്. ഇന്ത്യക്കാരി എന്ന് പറഞ്ഞാൽ ആന്ധ്രക്കാരി. ആന്ധ്രയിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കൾക്ക് കാലിഫോർണിയയിൽ ജനിച്ച ആളാണ് ഉഷ. ഇദ്ദേഹം ഒറിജിനൽ അമേരിക്കൻ വംശീയൻ തന്നെയാണ്. കുടിയേറ്റക്കാരാണ് എല്ലാവരും. ഉഷ ചിലുക്കൂരി എന്നാണ് അവരുടെ പേര്. ഉഷ ചിലുക്കൂരി. അവർ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളാണ്. അവർ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്രം പഠിച്ചതാണ്. യെയിൽ യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടുപേരും കണ്ടുമുട്ടി പ്രണയിച്ചത്. MPhil കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവർ സുപ്രീം കോടതിയുടെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിൻ്റെ ക്ലർക്കായിരുന്നു കുറെ കാലം ഈ ഉഷ ചിലുക്കൂരി ആയിരുന്നു. അവർ 2013 യെയിൽ യൂണിവേഴ്സിറ്റിയിൽ അവർ തമ്മിൽ കണ്ടത്. അവരവിടെ സോഷ്യൽ ഡിക്ലൈൻ ഇൻ വൈറ്റ് അമേരിക്ക എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഇവരെ ഒന്നിച്ച് ചേർന്നിട്ടായിരുന്നു. എൻ്റെ എയിലെ സ്പിരിച്വൽ ഗൈഡായിരുന്നു ഉഷ എന്ന് JD വാൻസ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആത്മീയ ഗുരു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വെളിച്ചം അദ്ദേഹത്തെ നയിക്കുന്നുണ്ട് എന്നൂടെ അർത്ഥം. ഇവരുടെ വിവാഹ ചിത്രം നമ്മൾ കാണുമ്പോൾ അത് ഇന്ത്യൻ രീതിയിലാണ്. സാരിയെ കൊടുത്ത് ഇങ്ങേരും ഒരു ഇന്ത്യൻ രീതിയിലാണോ ഒരു പരമ്പരാഗത ഇന്ത്യൻ രീതിയിൽ ആണ് ഇവരുടെ വിവാഹം നടന്നിട്ടുള്ളത്. 2014 വിവാഹം. അത്യാവശ്യം ജോലിയൊക്കെ കിട്ടിയിട്ട് ഏർലി മോഡേൺ ഹിസ്റ്ററിയിലാണ് ഇവരുടെ MPhil. 3 കുട്ടികൾ. യെയിൽ ലോ ജേർണലിൻ്റെ എഡിറ്ററായിരുന്നു. 2 പേര് ആൺകുട്ടികളാണ്. ഇവാൻ വിവേക്, ഒരു കുട്ടിയുടെ പേര് ഇന്ത്യൻ പേര് തന്നെയാണ്, വിവേക്. സംസ്കൃത പേര്. പെൺകുട്ടിയുടെ പേര് മിരബൽ ആണ് എന്നാണ്. ഒരു നല്ല നിയമവിദഗ്ധയാണ് അവർ. ഓക്കെ. അപ്പോൾ ഇതിൽ ട്രംപ് നമ്മൾ വിചാരിച്ച പോലെയല്ല. ട്രംപ് ഒരു വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിൽ, വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തതിൽ പോലും ഒരു മൾട്ടി നല്ല കണക്കൂട്ടലുണ്ട്. മാത്രമല്ല ഒരേ സമയത്ത് ഒരുപാട് ഉന്നങ്ങളിലേക്കുള്ളത് ഏതാണ്. ഒന്ന്, നമ്മൾ ഇതുവരെ പരാമർശിക്കാത്തൊരു കാര്യം, ഇന്ത്യൻ വംശജർ ഗണ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇന്ത്യൻ വംശജർക്ക് വൈകാരികമായ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഇന്ത്യയായിട്ടുണ്ടാവും ആ വോട്ട്. ഒന്ന്, ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ്, ഒരു യൂത്ത്. 2, മൂന്നാമത്തെ കാര്യം ഒരു അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധി. 4, ട്രംപിൻ്റെ കടുത്ത വിരോധിയായിരുന്ന ഒരാളെ അടുപ്പിച്ചു. ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും വലിയ പോരാളിയായിട്ട് ട്രംപിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. 5-മത്തെ കാര്യമാണ് ഏറ്റവും അവസാനം സാറ് പറഞ്ഞത്. അത്
ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു സിനിമ മാത്രമല്ല അദ്ദേഹം ആത്മകഥ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്രയും പറയാനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രായത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അത് ആത്മകഥയായി മാത്രമല്ല അത് സിനിമയായി. അദ്ദേഹം ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഐക്കണായിട്ട് മാറി. എന്തുകൊണ്ടും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ തന്നെ ട്രംപ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സെലക്ഷനിൽ കാണിച്ച ഒരു ഉൾക്കാഴ്ചയും. അത് കഴിഞ്ഞ തവണ നിൽക്കുമ്പോൾ തന്നെ ട്രംപ് മണ്ടനാണെന്നൊക്കെ പറഞ്ഞിരുന്ന അവിടുത്തെ മാധ്യമങ്ങളാണ്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും ട്രംപിന് ഈ എന്തായാലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് എല്ലാവരെയും കടത്തിവെട്ടിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഏറ്റവും യുക്തം എന്ന് തോന്നാവുന്ന അത്ഭുതകരം സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കുന്നു. ബാക്കി തെരഞ്ഞെടുപ്പിന് നമുക്ക് ആശംസകൾ നേരാം. നമ്മുടെ ഒരു ഇന്ത്യൻ വംശജൻ അവിടെ വൈസ് പ്രസിഡൻ്റായിട്ട് വരാനുള്ള സാധ്യത ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്ദി.